ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഒരു ചരിത്രം സൃഷ്ടിച്ചേക്കുവാണ്. പക്ഷേ ഭാഗ്യവശാല് തെറ്റായ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ റുപ്പി പെർ ഡോളർ 90 രൂപ എന്ന മാർക്ക് ഇവിടെ മറികടന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ടെൻഷൻ മോഡിലേക്ക് പോകാറുണ്ട് ഇല്ലേ? ഇപ്പം നമ്മൾ ന്യൂസ് ചാനലിലെ ഹെഡ്ലൈൻസ് ഇങ്ങനെ കാണുവാണ്, പെട്രോളിന്റെ വില കൂടാൻ പോവാണ്, ഐഫോണിന്റെ വില ഇനി കൂടും, അല്ലെങ്കിൽ ഇനി മുതൽ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ചെലവ് കൂടും. ഇതുപോലെയൊക്കെയുള്ള ഹെഡ്ലൈൻസ് കാണുമ്പോൾ നമ്മൾ ടെൻഷനിലാവും. അതായത് ഇതുപോലെയുള്ള എന്താണ് പേടിപ്പെടുത്തുന്ന ന്യൂസ് ഒക്കെ എന്താണ് നമ്മൾ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ ബാധിക്കാം. പക്ഷേ ഇതുപോലുള്ള ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റിയുടെ ഇടയ്ക്ക് നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഒളിഞ്ഞിരിക്കുന്ന ചില അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ റുപ്പി വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആവുന്ന ചില മ്യൂച്വൽ ഫണ്ട്സ് മാർക്കറ്റിലുണ്ട്. ഇപ്പം എല്ലാ ആൾക്കാരും ഇൻഫ്ലേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു ഫണ്ടിന് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് നല്ല പെർഫോമൻസ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റുപ്പി വീക്ക് ആകുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി സാധിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഫസ്റ്റ് നമുക്കിവിടെ മനസ്സിലാക്കാം ഡോളർ ഒരു അസറ്റ് ആണോ എന്നുള്ള കാര്യം. ആദ്യം നമുക്കിവിടെ ബേസിക് മാത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ റുപ്പി വീക്ക് ആവുക നമ്മൾ പറയും, അതിന്റെ അർത്ഥം എന്താണ്? ഡോളർ സ്ട്രോങ് ആവുന്നുണ്ടെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു $100 വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 8500 രൂപയുടെ അടുത്തായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ 9000 രൂപയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ സമ്പത്ത് ഇവിടെ കൂടി. അപ്പൊ ഈ ഒരു സെയിം ലോജിക്ക് മ്യൂച്വൽ ഫണ്ട്സിലും വർക്ക് ആവും. അപ്പൊ ഇതിൽ നിന്ന് ബെനിഫിറ്റ് ആവുന്ന 2 ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ആദ്യത്തെ ട്രാൻസാക്ഷൻ ബെനിഫിറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഡോളേഴ്സ് ഓൺ ചെയ്യുന്ന ഫണ്ട്സ് ആണ്, ഇന്റർനാഷണൽ ഫണ്ട് പോലെയൊക്കെ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ബെനിഫിറ്റ് ആണ്, അതായത് ഡോളേഴ്സിൽ ഏർണിങ്സ് ഉണ്ടാക്കുന്ന ഫണ്ട്. ഇപ്പൊ IT അതുപോലെ ഫാർമ കമ്പനികളൊക്കെ. നമുക്ക് ഫസ്റ്റ് കാറ്റഗറി നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളിപ്പോൾ US ഫോക്കസ് ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ലൈക്ക് ഇപ്പോൾ കോട്ടക് നാസ്ഡാക്ക് 100 FOF, മോത്തിലാൽ ഓസ്വാൾ S&P 500 ഇൻഡെക്സ് ഫണ്ട്, അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ US ഓപ്പർച്യൂണിറ്റി ഇക്വിറ്റി ആക്റ്റീവ് ഫണ്ട് ഓഫ് ഫണ്ട് പോലത്തെ ഫണ്ടിലേക്കൊക്കെ. അപ്പം ഈ ഒരു ഫണ്ടുകളൊക്കെ എന്താണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് US മാർക്കറ്റ് ഇൻഡീസസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇതിന് പകരമായിട്ട് ഈ ഒരു ഇൻഡീസസ് നിങ്ങൾക്ക് NVIDIA, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് അതുപോലെ ഗൂഗിൾ പോലത്തെ കമ്പനികളിലേക്ക് എക്സ്പോഷർ നൽകും. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അപ്പൊ എങ്ങനെയാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. സപ്പോസ് ഇപ്പൊ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലീഡിംഗ് ഇൻഡെക്സ് 10% കൂടിയെന്ന് വിചാരിക്കുക. അതേസമയത്ത് ഡോളർ അഗൈൻസ്റ്റ് റുപ്പി 10% ഡിപ്രീഷിയേറ്റ് ചെയ്തു നിങ്ങൾ വിചാരിക്കുക. അതായത് ഡോളർ ഇവിടെ സ്ട്രോങ് ആയി. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ റിട്ടേൺസ് ഏകദേശം 21% ആയിട്ടുണ്ടാവും. ഈവൻ ഇപ്പൊ US സ്റ്റോക്ക് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുവാണ്, അതുപോലെ US ഡോളർ അഗൈൻസ്റ്റ് റുപ്പി മാത്രം ഇടിയുന്നുള്ളെങ്കിലും നിങ്ങളുടെ US ഫോക്കസ് ഫണ്ട് NAV സ്റ്റിൽ കൂടും, ട്രാൻസ്ലേഷൻ എക്സ്പോഷർ കാരണം. ഇനി അടുത്തത് ട്രാൻസാക്ഷൻ ബെനിഫിറ്റ് ആണ്. ഇപ്പൊ എക്സ്പോർട്ട് ഓറിയന്റഡ് ഫണ്ട് റുപ്പി ഡിപ്രീസിയേഷന് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടും. ഇന്ത്യയിൽ ഇപ്പൊ എക്സ്പോർട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് ഇതുപോലുള്ള സെക്ടേഴ്സ് മുതൽ കമ്പനികൾക്കെല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതിപ്പോൾ മെർക്കൻഡൈസ് എക്സ്പോർട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസ് എക്സ്പോർട്ട് ആയിക്കോട്ടെ, രണ്ട് കാറ്റഗറിയും കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലൂടെ എക്സ്പോർട്ട് ഫോക്കസ് ബിസിനസിന് ഈ ഒരു ഗ്രോത്തിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. IT സർവീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോർട്ട് കോൺട്രിബ്യൂട്ടേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കറൻസി ഡിപ്രീസിയേഷൻ IT സെക്ടർ ഫണ്ട് ഡയറക്ട്ലി ബെനിഫിറ്റ് ആവുന്നത്. സോ നമുക്ക് IT സെക്ടർ ഫണ്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിപ്പം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ലോകമെമ്പാടും സർവീസ് എക്സ്പോർട്ട് ചെയ്ത് ഡോളറിലാണ് നമ്മൾ കൊണ്ടുവരുന്ന സെക്ടറാണ് IT സെക്ടർ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോൾ TCS അല്ലെങ്കിൽ ഇൻഫോസിസ് പോലത്തെ കമ്പനികളെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ അവരുടെ ബിസിനസ് മോഡൽ എന്താണ്? അവർ US ക്ലയന്റിന് സോഫ്റ്റ്വെയർ സർവീസ് വിൽക്കും. അതുപോലെ ഇവിടെ ഈ ഒരു ഇന്ത്യൻ ബേസ്ഡ് IT കമ്പനിയുടെ ബില്ലിങ് US ഡോളറിലാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഡോളർ ഇൻകം റുപ്പീസിൽ ഇവിടെ കൂടും. പക്ഷേ ഇവിടെ ഈ ഒരു IT കമ്പനികളുടെ കോസ്റ്റ് എല്ലാം സെയിം തന്നെയായിട്ട് തന്നെ ഇവിടെ നിൽക്കും. കാരണം എന്താണ്, എക്സ്പെൻസ് എല്ലാം റുപ്പീസിലാണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതുവഴി അവരുടെ എന്താണ് പ്രോഫിറ്റ് മാർജിൻ കൂടാനായിട്ട് സാധിക്കും. അപ്പം എക്സ്പേർട്സ് ഇവിടെ വിശ്വസിക്കുന്നത് രൂപ ഇപ്പോൾ എന്താണ് 1% ഡിപ്രീഷിയേറ്റ് ചെയ്ത IT കമ്പനിയുടെ മാർജിൻ 30 മുതൽ 50 ബേസിസ് പോയിന്റ് ഇവിടെ കൂടാ എന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് 2013 ടാപ്പർ ടാൻഡ്രം ഓർക്കുന്നുണ്ടോ? റുപ്പി 53 രൂപയിൽ നിന്ന് 68 രൂപയായിട്ട് കുറഞ്ഞത്. അപ്പൊ ആ ഒരു വർഷം Nifty 50 കഷ്ടിച്ച് 8.1% റിട്ടേൺസ് ആണ് നൽകിയത്. എന്നാൽ Nifty IT ഇൻഡെക്സ് ഏകദേശം 58% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. സോ നിങ്ങളിപ്പം IT സെക്ടർ ഫണ്ട്സ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വീക്ക് റുപ്പി നിങ്ങൾക്ക് നല്ല ഫേവറബിൾ ആയിട്ട് ഇവിടെ മാറാം. പക്ഷെ നിങ്ങൾ ഓർക്കുക, സെക്ടോറൽ ഫണ്ട്സ് റിസ്കിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ സെക്ടേഴ്സ് മിക്കപ്പോഴും ഒരു സൈക്കിളായിട്ടാണ് പോകുന്നത്. അതായത് കുറച്ച് വർഷം സ്ട്രോങ് റിട്ടേൺസ് വരും, അതുപോലെ കുറച്ച് വർഷം നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷനിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്സ്പോർട്ട് IT മാത്രം ലിമിറ്റഡ് അല്ല, അതിലും എന്താണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇപ്പൊ മെർക്കൻഡൈസ് എക്സ്പോർട്ട് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സെക്ടറിൽ നിന്നുള്ള കമ്പനികൾ റുപ്പി ഡിപ്രീസിയേഷന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടാം. ഇനി നമുക്ക് ഫാർമ സെക്ടർ ഫണ്ടിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ കാറ്റഗറി കുറച്ച് കോംപ്ലക്സ് ആണ്. ഇപ്പൊ നമ്മൾ IT സെക്ടറിൽ പറഞ്ഞ റുപ്പി ഇടിയുമ്പോൾ പ്രോഫിറ്റ് കൂടുമെന്നുള്ള ഇക്വേഷൻ ഇവിടെ ഡയറക്റ്റ് അപ്ലൈ ആവില്ല. ആദ്യത്തെ കാര്യം, പല ഇന്ത്യൻ ഫാർമ കമ്പനികളും അവരുടെ പ്രൊഡക്ട്സ് US പോലത്തെ ഡെവലപ്പ് മാർക്കറ്റിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്.
സോ അവരുടെ റവന്യൂ ഇവിടെ ഡോളറിലാണ് വരുന്നത്. സോ ഇവിടെ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഡോളറിൽ കിട്ടിയ അവരുടെ ഏർണിങ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇവരുടെ റവന്യൂ കൂടാ. അപ്പം ഇതുവരെ കഥ എന്താണ് സിമ്പിൾ ആണ്. ഇപ്പം എക്സ്പോർട്ട് ഏർണിംഗ് ഇംപ്രൂവ് ആകുമ്പോൾ മാർജിൻ ബെറ്റർ ആവാം. പക്ഷേ ഇതിന്റെ മറുവശം കൂടി നമ്മൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഫാർമ കമ്പനികൾക്ക് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അതായത് APIs ആവശ്യമാണ്. അതുപോലെ ഇന്ത്യയിൽ മെയിൻ API സപ്ലൈ വരുന്നത് ചൈനയിൽ നിന്നാണ്. ഇപ്പൊ ഇവിടെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽ എല്ലാം എക്സ്പെൻസീവ് ആവും. അതായത് ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാ. അപ്പൊ ഇത് മാർജിനെ ഡയറക്ട്ലി ബാധിക്കും. ഇപ്പൊ ഇവിടെ ഒരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ്പോർട്ട് ഏർണിംഗ്സ് ഇംപ്രൂവ് ചെയ്യുകയാണ്, വേറൊരു സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടുവാണ്. അതുകൊണ്ട് തന്നെ ഫാർമ ഫണ്ട് റുപ്പിയുടെ മൂല്യം ഇടിയുമ്പോൾ കുറച്ച് ബെനിഫിറ്റ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ IT സെക്ടറെ പോലെ ക്ലീൻ വൺ സൈഡ് അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല അവർക്ക്. ഇപ്പൊ ഫാർമയിലുള്ള ഇമ്പാക്ട് ബാലൻസ് ഇതിൽ കോംപ്ലക്സ് ആണ്. റവന്യൂ ഇംപ്രൂവ് ആവാം, പക്ഷെ കോസ്റ്റ് കാരണം മാർജിൻ ഇവിടെ ചുരുങ്ങാം. ഇനി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസ് തീരുമാനിക്കുന്നത് ഡോളറിലാണ്. ഇപ്പൊ ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് പോലത്തെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിൽ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ഗോൾഡ് പ്രൈസ് ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ് ഡെറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൊമസ്റ്റിക് ഗോൾഡ് പ്രൈസ് ഈക്വൽ ടു ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ഇൻറ്റു USD or INR റേറ്റ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇന്ത്യയിൽ ഗോൾഡിന്റെ വില ഡയറക്റ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ് നടക്കുന്ന മൂവ്മെന്റ്, അടുത്ത US ഡോളറിനെ കമ്പയർ ചെയ്യുമ്പോൾ റുപ്പി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നത്. ഇപ്പം ഡോളർ അഗൻസ്റ്റ് രൂപയുടെ മൂല്യം ഇടിയുവാണെങ്കിൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യ കൂടുതൽ പണം ഇവിടെ ചെലവാക്കേണ്ടതായിട്ട് വരും. ഈവൻ ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണെങ്കിൽ പോലും ഇന്ത്യയിൽ ഗോൾഡ് പ്രൈസ് കൂടാം, രൂപയുടെ മൂല്യം മാത്രം ഇവിടെ ഇടിഞ്ഞാൽ തന്നെ. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഫണ്ട്സും ETF-ഉം രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഒരു നാച്ചുറൽ ഹെഡ്ജ് ആയിട്ട് ഇവിടെ മാറുവാണ്. ഇപ്പൊ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇന്ത്യയിൽ ഗോൾഡ് വലിയ കോസ്റ്റ് ആവും. അപ്പൊ ഇത് ഗോൾഡ് ഫണ്ട് അതുപോലെ ETF-ന്റെ റിട്ടേൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പൊ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം കുറയുന്നതും അതുപോലെ ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ് കൂടുന്നതും ഈ ഒരു കോമ്പിനേഷൻ ഗോൾഡ് കാറ്റഗറിക്ക് നല്ലപോലെ ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇത് ടോപ്പ് പെർഫോമിംഗ് കാറ്റഗറീസിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങളോട് ഓർക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യത്തെ ട്രാക്കിംഗ് എറർ ആണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എത്ര ക്ലോസ് ആയിട്ടാണ് ഈ ഒരു ഫണ്ട് ഗോൾഡ് പ്രൈസ് ട്രാക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പൊ എപ്പോഴും ട്രാക്കിംഗ് എറർ കുറവുള്ളത് നോക്കുക. ഇനി അടുത്ത് AO. അപ്പൊ അത്യാവശ്യം AO സൈസ് ഉണ്ടെങ്കിൽ ലിക്വിഡിറ്റി അതൊരു ട്രാക്കിംഗ് സ്റ്റെബിലിറ്റി ബെറ്റർ ആയിട്ട് നിൽക്കും. ഇനി അടുത്ത് വരുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. അപ്പൊ എക്സ്പെൻസ് റേഷ്യോ കുറവാണെങ്കിൽ ലോങ് ടേം റിട്ടേൺസ് ബെറ്റർ ആയിരിക്കും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ട് ഓവറോൾ പെർഫോമൻസ് നല്ല രീതിയിൽ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. രൂപ 90 എത്തിയെന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ഡേറ്റയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇമോഷൻസ് അല്ല. ഇപ്പം രൂപയുടെ മൂല്യം ഇടിയുന്നത് നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ റീബാലൻസ് ചെയ്യാം. ഇപ്പൊ ഗ്ലോബലി നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയുടെ ഒരു 10 മുതൽ 15% നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർനാഷണൽ ഫണ്ട്സിലേക്കൊക്കെ വേണമെങ്കിൽ മാറ്റാം. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഫോറിൻ എഡ്യൂക്കേഷൻ ഒരു ഹെഡ്ജ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാം. ഇനി അടുത്ത് ടാക്ടിക്കൽ IT അലോക്കേഷൻ ആണ്. അപ്പൊ എപ്പോഴൊക്കെ രൂപയുടെ മൂല്യം നല്ലപോലെ ഇടിയുന്നോ IT ഫണ്ട്സ് അല്ലെങ്കിൽ ഫാർമ ഫണ്ടുകളൊക്കെ ഒരു സേഫ്റ്റി നെറ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ഇനി ഗോൾഡ് അലോക്കേഷൻ ആണ് അടുത്ത് വരുന്നത്. ഇപ്പൊ ഗോൾഡ് ETF അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടിലേക്ക് എക്സ്പോഷർ വെക്കുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർക്കുക, മാർക്കറ്റിൽ എല്ലാ ക്രൈസിസും ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള കാര്യം. അപ്പൊ നിങ്ങളത് ശരിയായ രീതിയിൽ തന്നെ കാണണം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. സോ നിങ്ങളിപ്പം അടുത്തായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അപ്പൊ നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇന്റർനാഷണൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഗോൾഡ് ETF-ലേക്കുള്ള റെക്കമെൻഡേഷനോ അഡ്വൈസോ ഒന്നുമല്ല. അപ്പൊ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴും നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾ, റിസ്ക് അപ്പറ്റേറ്റ്, അതുപോലെ പോർട്ട്ഫോളിയോയുടെ നിലവിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കണം. സോ ഇന്നത്തെ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.